അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് പാരിപ്പള്ളിയിലോട്ടാണ്. നമ്മുടെ കൊല്ലം പാരിപ്പള്ളി കൊടുമൂട്ടിൽ അമ്പലത്തിലോട്ടാണ് പോകുന്നത്. അവിടെ ഇന്ന് ഉത്സവമാണ്, ലാസ്റ്റ് ഡേ ആണ്. ഇന്ന് ഞങ്ങൾ പോവുകയാണ്. അപ്പം ഞാനും വാമി ബിബിൻ ചേട്ടനും ഉണ്ട്. ചേട്ടൻ്റെ ഫ്രണ്ട്സൊക്കെ നേരത്തെ അവിടെ എത്തി. ഒരു രക്ഷയില്ല, ഭയങ്കര ജനത്തിരക്കെന്നാണ് പറയുന്നത്. ഞങ്ങൾക്ക് കാണാൻ പറ്റുമോ ഇല്ലയോ എന്ന് അറിഞ്ഞൂടാ. എന്തായാലും ഞാനൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. കാണാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് ബാക്കിയുള്ള ഇതിൽ ഉത്സവങ്ങൾ വീഡിയോ ഇടാം. ഇല്ലെങ്കിൽ ഇത് ഞാൻ ഇന്ന് തന്നെ വൈൻഡപ്പ് ചെയ്യും. അഥവാ ഞങ്ങൾക്ക് കാണാൻ പറ്റിയ ജസ്റ്റ് അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അവിടെ എത്തിയിട്ട് ബാക്കി വിശേഷം. മറ്റേ അവിടെ ഒക്കെ കൊണ്ടുവന്നാൽ മറ്റേ ഇതല്ലേ ബിഞ്ചോട്ടാ, നമ്മൾ ഇന്നലെ കണ്ട ഉത്സവത്തിന്റെ ഹനുമാനല്ലേ. ഈ കാറിന്റെ ബാക്കിലിടാൻ ബിഞ്ചേട്ടാ, ഈ കാറിന്റെ ബാക്കിലിടാൻ പറ്റില്ല. വാഹനങ്ങളിൽ പരമാവധി വേഗത മുന്നോട്ട് പ്രവർത്തിക്കുന്നു. പാരിപ്പള്ളിയിലേക്ക് പോകേണ്ടുന്ന വാഹനങ്ങൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് ബിബിൻ ചേട്ടൻ ഇറങ്ങി. ഗായ്സ്, നമ്മൾ സ്കോഡ കൊണ്ടുവരാത്തത് വളരെയധികം നന്നായി. കാരണം ഇവിടെ പാർക്കിംഗ് ഒരു സ്ഥലത്തും കിട്ടാനില്ല. ഞങ്ങൾ പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് ഇവിടെ ഞങ്ങൾക്ക് വേണ്ടി കുറച്ച് സ്പേസ് ഇട്ടിരുന്നത് പോലെ ഞങ്ങൾക്ക് ഇവിടെ കുറച്ച് സ്പേസ് കിട്ടി. എന്തെന്ന് വാങ്ങണം? മോൻ ഐസ്ക്രീം വാങ്ങണം. കൊടിമൂട്ടിലമ്മയുടെ തിരുവുത്സവത്തിന്റെ അവസാന നിമിഷങ്ങളാണ്. അവസാന അമ്മ വ്ലോഗ് എടുക്കുന്ന കണ്ണാ, അച്ഛൻ ഐസ്ക്രീം വാങ്ങിച്ചു തരും ഇപ്പൊ. അതാണ് കാര്യം. നിന്റെ കയ്യിലിരുന്നാ കിട്ടൂല എന്നൊക്കൊരു തോന്നല്. ശിവനും പാർവതിയും മകൻ ഗണേഷ്.
പിടിച്ചുകൊണ്ടാണ് നടന്നത്. തിരക്കെന്ന് പറഞ്ഞാൽ പോരാ, ഒരു കല്ലെടുത്ത് മുകളിലിട്ട് അത് താഴെ വീഴില്ല, അത്രയ്ക്ക് തിരക്കായിരുന്നു. ഞങ്ങളിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് വീട്ടിലോട്ട് പോകാൻ വേണ്ടി. പക്ഷേ റോഡിൽ വണ്ടി ഇപ്പോൾ വണ്ടി വളരെ കുറവാണ്. ഞങ്ങളൊരു ഷോർട്ട് കട്ട് പിടിച്ചാണ് പോകുന്നത്. ഞങ്ങൾ ആനയെ കണ്ടു. വാമിയുടെ അടുത്ത് വന്നല്ലേ ആന? പിന്നെ അങ്ങനെ വന്നു. അപ്പോ അതെ, അടി കൊടുത്ത് അപ്പോൾ ഞങ്ങളിപ്പോൾ അമ്പലത്തിൽ കയറി തൊഴാൻ പറ്റി. 10-17ഓളം ആനകൾ വരുന്ന ഒരു ക്ഷേത്രമാണ്. പക്ഷെ ഞങ്ങൾക്ക് ഇന്ന് 6-7 ആന അത്രേ കാണാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ വന്നപ്പോഴത്തേക്ക് ഏകദേശം അവിടുത്തെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞായിരുന്നു. അപ്പോൾ ഞങ്ങളിപ്പോൾ ബാക്കി കഴിഞ്ഞ് തിരക്കൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോസ് എല്ലാം ഞാൻ എടുത്ത വീഡിയോസ് എല്ലാം, കാരണം എനിക്ക് ഒരുപാട് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല. അത്ര തിരക്കായിരുന്നു, അത്ര റഷായിരുന്നു ഞങ്ങൾ പോയ സമയത്ത്. കാരണം വാമിയെ ശ്രദ്ധിക്കാനും ഞാനും ബിഞ്ചേട്ടനും കൂടെ അവളെ മൂടിപ്പശു വേണം കൊണ്ടുപോയത്, കാരണം അത്ര തിരക്കായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് വീഡിയോസ് ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയില്ല. എടുത്ത വീഡിയോസ് എല്ലാം ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഈ വ്ളോഗിലൂടെ. അപ്പോൾ രാത്രി യാത്രയില്ല. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഗുഡ് നൈറ്റ്.